Our next topic is Kingdom Fungi. ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ മൂന്നാമത്തെ കിങ്ഡം ആണ് കിങ്ഡം ഫഞ്ചൈ. കിങ്ഡം പ്രോട്ടിസ്റ്റ, മൊനീറ, അത് കഴിഞ്ഞിട്ടുള്ള കിങ്ഡം. നമുക്ക് ഈ ക്ലാസ്സിൽ കിങ്ഡം ഫഞ്ചൈയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ അതിന് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഉണ്ട്. ആ ക്ലാസ്സസിലെ ഒരു 2 ക്ലാസ്സസുമാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കിങ്ഡം ഫഞ്ചൈ. കിങ്ഡം ഫഞ്ചൈ നമ്മൾ തുടക്കത്തിൽ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ മെറിറ്റ്സ് പറഞ്ഞപ്പോൾ കൂടെ പറഞ്ഞതാണ്. മുന്നേ പ്ലാന്റേ എന്ന് പറയുന്ന കിങ്ഡത്തിൻ്റെ അകത്ത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്ലാന്റയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഫഞ്ചൈയെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ ഒരു സെപ്പറേറ്റ് കിങ്ഡത്തിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി. ഇതൊരു ഹെട്രോട്രോപ്പിക് ഓർഗാനിസംസ് ആണ് കിങ്ഡം ഫഞ്ചൈക്കകത്ത് വരുന്നത്. ദേ ഷോ എ ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ മോർഫോളജി ആൻഡ് ഹാബിറ്റാറ്റ്സ്. അതിൻ്റെ കിങ്ഡം ഫഞ്ചൈയുടെ മോർഫോളജിയിലും അതിൻ്റെ ഹാബിറ്റാറ്റ്സിൽ, അതായത് അത് ഒക്കുറയുന്ന പ്ലേസിനും ഒക്കെ ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി കാണിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ, മോൾഡ് ഓൺ ബ്രെഡിൻ്റെ പുറത്ത് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദെൻ മഷ്റൂംസ്, ടോട്ട് സ്റ്റൂൾസ് എന്ന് പറയുന്നത് പോയ്സണസ് ആയിട്ടുള്ള മഷ്റൂമിനെയാണ്, അത് പോയ്സണസ് ഫഞ്ചൈയാണ്. പോയ്സണസ് ആയിട്ടുള്ള മഷ്റൂമിനെയാണ് ടോട്ട് സ്റ്റൂൾസ് എന്ന് പറയുന്നത്. ദെൻ വൈറ്റ് സ്പോട്ട്സ് ഓൺ മസ്റ്റാർഡ് ലീവ്സ്. പാരാസൈറ്റിക് ഫംഗസിന് ഒരു എക്സാമ്പിളാണ് വൈറ്റ് സ്പോട്ട്സ്. പാരാസൈറ്റ് എന്താണെന്ന് മുന്നത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ വൈറ്റ് സ്പോട്ട്സ് വരും മസ്റ്റാർഡ് ലീവ്സിൻ്റെ പുറത്ത്, അത് പാരാസൈറ്റിക് ഫംഗസിന് ഒരു എക്സാമ്പിളാണ്. ദെൻ ഈസ്റ്റ് ആർ യൂസ്ഡ് ടു മേക്ക് ബ്രെഡ് ആൻഡ് ബിയർ. നമുക്ക് ഈ ഫഞ്ചൈയെ കൊണ്ട് കുറച്ച് മെറിറ്റ്സ് അല്ലെങ്കിൽ ഉപയോഗങ്ങളും ഉണ്ട്. അതിലൊരു ഉപയോഗമാണ് ഈസ്റ്റ് എന്ന് പറയുന്ന ഫഞ്ചൈ ഉപയോഗിച്ചാണ് നമ്മൾ ബ്രെഡും ബിയറും ഒക്കെ മേക്ക് ചെയ്യുന്നത്. ദെൻ പക്സീനിയ, ഇതിന് റസ്റ്റ് ഫംഗസ് എന്നാണ് പറയുന്നത്. റസ്റ്റ്, ഈ പക്സീനിയ ഫംഗസ് വീറ്റിൽ അല്ലെങ്കിൽ മറ്റ് പ്ലാന്റ്സിലൊക്കെ റസ്റ്റ് ഡിസീസ് കോസ് ചെയ്യും. അതിനൊരു എക്സാമ്പിളാണ് വീറ്റ് റസ്റ്റ്. വീറ്റിൻ്റെ സ്റ്റെമ്മിലും ലീഫിലും ഒക്കെ റസ്റ്റ് ഡിസീസ് ഫോം ചെയ്യിക്കുന്ന ഫംഗസാണ് പക്സീനിയ. നമുക്ക് ഇത് കുറച്ച് അതിൻ്റെ ഫിഗേഴ്സാണ്. ഇതാണ് ടോട്ട് സ്റ്റൂൾസ് എന്ന് പറയുന്ന പോയ്സണസ് ആയിട്ടുള്ള മഷ്റൂം. ദെൻ ഇത് ഈസ്റ്റാണ്. ഈസ്റ്റിൻ്റെ ഒരു ചെറിയ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതാണ് നമ്മൾ അവസാനമായിട്ട് പഠിച്ചു റസ്റ്റ് ഫംഗസ്. റസ്റ്റ് ഇതേ കണ്ടില്ലേ, ലീഫ്സിൻ്റെയൊക്കെ പുറത്ത് കുറച്ച് റസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഇത് ഈ പക്സീനിയ എന്ന് പറയുന്ന ഫംഗസിൻ്റെ ബോഡിയാണ് ഇവിടെ ഇങ്ങനെ റസ്റ്റായിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഇനി ചില ഫംഗസ് ആൻറ്റിബയോട്ടിക്സിൻ്റെ സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് പെൻസിലിയം. ഇനി ഈ ഫംഗസ് എന്ന് പറയുന്നത് കോസ്മോപൊളിറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് കൂടുതൽ സ്ഥലങ്ങളിലും കാണപ്പെടുന്നുണ്ട്. എയർ, വാട്ടർ, സോയിൽ, ആനിമൽസിന് പുറത്ത്, പിന്നെ പ്ലാന്റ്സിൻ്റെ പുറത്ത്. അങ്ങനെ ഒരുപാട് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഫംഗസ് ഉണ്ട്. അല്ലാണ്ട് നമ്മുടെ നാച്ചുറലിൽ കാണപ്പെടുന്ന മറ്റു ഫംഗസുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കോസ്മോപൊളിറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദെൻ ദേ പ്രിഫർ ടു ഗ്രോ ഇൻ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ്. കൂടുതലായിട്ടും വാം ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഹ്യൂമിഡ് ആയിട്ടുള്ള പ്ലേസസിലുമാണ് ഇത് ഫോം ചെയ്യുന്നത്. വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ഈസ്റ്റ് വിച്ച് ആർ യൂണിസെല്ലുലാർ, ഫഞ്ചൈ ആർ ഫിലമെൻറ്റസ്. ഈ ഈസ്റ്റ് പോലുള്ള യൂണിസെല്ലുലാർ, മുന്നേ ഈസ്റ്റിൻ്റെ പിക്ചർ കണ്ടു. അപ്പോൾ ഈ ഈസ്റ്റ് പോലത്തെ യൂണിസെല്ലുലാർ ഫഞ്ചൈയെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളതൊക്കെ ഫഞ്ചൈസൊക്കെ എങ്ങനെയാണ്? ഫിലമെൻറ്റസ് ആയിട്ടുള്ള ഫഞ്ചൈയാണ്. അതായത് ഫിലമെൻറ്റിൻ്റെ രൂപത്തിലിരിക്കുന്ന ഫഞ്ചൈസ് ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ദെയർ ബോഡി കൺസിസ്റ്റ് ഓഫ് ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് ഹൈഫേ. ഇനി ഫഞ്ചൈയുടെ ബോഡി എന്ന് പറയുന്നത് ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. മുന്നേ പറഞ്ഞു ഫിലമെൻറ്റസ് ആയിരിക്കുമെന്ന്. അപ്പോൾ ഈ ഫിലമെൻറ്റ്, അതായത് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് ഇതിന് പറയുന്ന പേരാണ് ഹൈഫേ. അതായത് ഫംഗൽ ബോഡിയെ പറയുന്ന പേരാണ് ഹൈഫേ. ദ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ഈസ് നോൺ എസ് മൈസീലിയം. ഇനി ഒരു ചെറിയ ഹൈഫേ അല്ല ഉണ്ടാവുന്നത്, ഒരു ഹൈഫയുടെ നെറ്റ്വർക്ക് ആയിരിക്കും ഒരു ഫംഗൽ ബോഡിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനെ ടോട്ടലായിട്ട് നമ്മൾ പറയുന്നത് മൈസീലിയം. അപ്പോൾ ഫംഗൽ ബോഡിയെ പറയുന്ന പേരാണ് മൈസീലിയം. ഈ മൈസീലിയത്തിൻ്റെ ചെറിയ യൂണിറ്റ്സുകളാണ് ഹൈഫേ. ദെൻ some hyphae are continuous tubes filled with multinucleated cytoplasm are called cenocytic hyphae. ഇനി ചില ഹൈഫയിലൊക്കെ ഈ ഹൈഫെ കണ്ടിന്യൂസ് ട്യൂബായിരിക്കും. ഈ ട്യൂബിനകത്ത് എങ്ങനെയുണ്ടാവും? മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസമാണ് കാണുന്നത്. അതായത് ആ ട്യൂബിനകത്ത് ഒരുപാട് ന്യൂക്ലിയസ് പ്രസൻ്റ് ആയിരിക്കും. ട്യൂബിനകത്ത് നമ്മുടെ സെല്ലിലൊക്കെ ഉള്ളതുപോലെ സൈറ്റോപ്ലാസം പ്രസൻ്റ് ആണ്. അപ്പോൾ
ഈ സൈറ്റോപ്ലാസത്തിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചറായിട്ട് ഇത് ഫോം ചെയ്യുന്നു. ഇതിനെയാണ് സീനോസൈറ്റിക് ഹൈഫേ എന്ന് പറയുന്നത്. അതേഴ്സ് ഹാവ് സെപ്റ്റേറ്റ് ഓർ ക്രോസ്ഡ് വാൾസ് ഇൻ ദെയർ ഹൈഫേ. ഇനി സീനോസൈറ്റിക് ഹൈഫേ അല്ലാണ്ട് സെപ്റ്റേറ്റ് ഹൈഫേ ഉണ്ട്. നമുക്ക് ഹൈഫേ എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണ്, സീനോസൈറ്റിക് ഹൈഫേ ആൻഡ് സെപ്റ്റേറ്റ് ഹൈഫേ. സെപ്റ്റേറ്റ് ഹൈഫ എന്ന് പറയുന്നത് ഈ സൈറ്റോപ്ലാസത്തിൽ, അതായത് ലോങ് ട്യൂബുലാർ സൈറ്റോപ്ലാസത്തിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സെപ്റ്റാസ്, അതായത് ക്രോസ് വാൾസ് ഫോം ചെയ്തേക്കും. അവിടെ അങ്ങനെ ആ വാൾ ഫോം ചെയ്ത് ഓരോരോ സെപ്റ്റിയായിട്ട്, മീൻസ് ഓരോരോ പീസായിട്ട് കാണപ്പെടുന്നു. അതിനെയാണ് നമ്മൾ സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറയുന്നത്. എന്നാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിന്യൂക്ലിയേറ്റ് സൈറ്റോപ്ലാസമായിട്ട് കാണുന്നതിനെ സീനോസൈറ്റിക് ഹൈഫേ എന്ന് പറയുന്നു. ദെൻ ദ സെൽ വാൾസ് ഓഫ് ഫഞ്ചൈ ആർ കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്. പ്ലാന്റ്സിൽ നിന്ന് ഫഞ്ചൈക്കുള്ള ഒരു ഡിഫറൻസ് ആണ് സെൽ വാളിൻ്റെ കോമ്പോസിഷൻ എന്ന് പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ സെൽ വാൾസ് കമ്പോസ് ചെയ്തിരിക്കുന്നത് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്സ് കൊണ്ടാണ്. മോസ്റ്റ് ഫഞ്ചൈ ആർ ഹെറ്ററോട്രോപിക് ആൻഡ് അബ്സോർബ് സോല്യൂബിൾ ഓർഗാനിക് മാറ്റർ ഫ്രം ഡെഡ് സബ്സ്ട്രേറ്റ്സ് ആൻഡ് ഹെൻസ് ആർ കോൾഡ് സാപ്രോഫൈറ്റ്സ്. മോസ്റ്റ് ഓഫ് ദ ഫഞ്ചൈ എന്ന് പറയുന്നത് ഹെറ്ററോട്രോപിക് ആണ്. പിന്നെ ഒരുപാട് ഫഞ്ചൈസ് ഓർഗാനിക് മാറ്റർ എവിടെ നിന്ന് എടുക്കുന്നു, ഡെഡ് ഓർഗാനിക് സബ്സ്റ്റേഴ്സിൽ നിന്ന്, മാറ്റേഴ്സിൽ നിന്ന് എടുക്കുന്നതിനെ അവർ സാപ്രോഫൈറ്റ്സ് എന്നാണ് പറയുന്നത്. ദെൻ ദോസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ലിവിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ കോൾഡ് പാരാസൈറ്റ്സ്. പാരാസൈറ്റ്സ് ആയിട്ട് ജീവിക്കുന്ന ഫഞ്ചൈയും ഉണ്ട്. ഫഞ്ചൈ പാരാസൈറ്റിക് ആവാം, സാപ്രോഫൈറ്റിക് ആവാം. ദെൻ ഇതാണ് ഒരു സെപ്റ്റേറ്റ് ഹൈഫ ആൻഡ് സീനോസൈറ്റിക് ഹൈഫയ്ക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സെപ്റ്റേറ്റ് ഹൈഫയിൽ നമുക്കിപ്പോൾ ഇവിടെ ഹൈഫേ കാണാം അല്ലേ. ഈ ഹൈഫയ്ക്കിടയിൽ കുറച്ച് വാൾസ് കൊണ്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെപ്റ്റം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് കാണുന്ന ഈ റൗണ്ടഡ് സ്ട്രക്ചറിനെയാണ്, സർക്കുലർ സ്ട്രക്ചറാണിത് സെപ്റ്റ. അപ്പോൾ ഓരോ സിംഗിളായിട്ടുള്ള അതിൻ്റെ ഫോമാണ് സെപ്റ്റം എന്ന് പറയുന്നത്, പ്ലൂറൽ സെപ്റ്റ. അപ്പോൾ കുറേ സെപ്റ്റാസ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെപ്റ്റ ഡിവൈഡ് ചെയ്യുന്ന ഓരോ സെല്ലിനകത്തും ഓരോ ന്യൂക്ലിയസ് വീതം പ്രസൻ്റ് ആണ്. അപ്പോൾ സെൽ വാൾ, പുറത്ത് ഒരു സെൽ വാളുണ്ട്, സെപ്റ്റം ഉണ്ട്. ഇനി ഈ സെപ്റ്റത്തിനകത്ത് ഒരു പോറും കൂടെ ഉണ്ട്. കാരണം ന്യൂക്ലിയസിൻ്റെ ഇതിനകത്തുള്ള ഹൈഫയ്ക്കകത്തുള്ള കണ്ടൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്റ്റത്തിനകത്ത് ഓരോ പോറും കൂടെ പ്രസൻ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ സീനോസൈറ്റിക് ഹൈഫ നോക്കിയാൽ മനസ്സിലാകും. സീനോസൈറ്റിക് ഹൈഫയ്ക്കകത്ത് സെപ്റ്റ ഇല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ട്യൂബുലാർ സ്ട്രക്ചറാണ്. അതിനകത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് കാണുന്നത്. ദെൻ ഒരു സെൽ വാളും കുറേ ന്യൂക്ലിയസും പ്രസൻ്റ് ആയിട്ടുള്ളതിന് സീനോസൈറ്റിക് ഹൈഫ എന്നും, ഇവിടെ ഇടയ്ക്ക് സെപ്റ്റം പ്രസൻ്റ് ആയിട്ടുള്ള ഹൈഫയെ സെപ്റ്റേറ്റ് ഹൈഫ എന്നും പറയുന്നു. ദെൻ അപ്പോൾ മുന്നേ ഫംഗസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് അത് പാരാസൈറ്റിക് ആണ്, സാപ്രോഫൈറ്റിക് ആണ്. ഇനി ഈ ഫഞ്ചൈ തന്നെ ദേ ക്യാൻ ഓൾസോ ലീവ് എ സിംബയോൺസ് ഇൻ അസോസിയേഷൻ വിത്ത് ആൽഗെ ആസ് ലൈക്കൺസ് ആൻഡ് വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആസ് മൈക്കോറൈസ. ഇനി ഈ ഫഞ്ചൈ ഇങ്ങനെ ഈ പാരാസൈറ്റും സാപ്രോഫൈറ്റും അല്ലാണ്ട് കുറച്ച് മറ്റ് ചില ഓർഗാനിസവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ്, സിംബിയോട്ടിക് അസോസിയേഷന് ഒരു എക്സാമ്പിളാണ് ലൈക്കൺ. ലൈക്കൺ എന്ന് പറയുന്നത് ആൽഗയുമായിട്ട് ഉള്ള ഫഞ്ചൈയുടെ അസോസിയേഷനെ ലൈക്കൺ എന്ന് പറയുന്നു. ഇനി ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ട്സുമായിട്ട് ഫഞ്ചൈക്കുള്ള അസോസിയേഷനെ മൈക്കോറൈസ എന്ന് പറയുന്നു. അപ്പോൾ ഫഞ്ചൈ വിത്ത് അസോസിയേഷൻ വിത്ത് ആൽഗെ ഈസ് കോൾഡ് ലൈക്കൺ ആൻഡ് the association of fungi with the roots of higher plants is called mycorrhiza. This fungi reproduction takes place by vegetative by means of fragmentation, fission and budding. Fungi ഇനി ഫഞ്ചൈയുടെ റീപ്രൊഡക്ഷൻ പഠിക്കാം. അപ്പോൾ ഫഞ്ചൈ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് വെജിറ്റേറ്റീവ്ലി, അസെക്ഷുവലി ആൻഡ് സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മീൻസ് ഇതിൻ്റെ ബോഡി പാർട്സ് ഡിവൈഡ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ ഡിറ്റാച്ച് ചെയ്തിട്ടോ പുതിയൊരു ഫംഗസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് മെത്തേഡ്സ് ആണ് പറയുന്നത്: ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ, ദെൻ ബഡിങ്. ഫ്രാഗ്മെൻറ്റേഷൻ മീൻസ് അതിൻ്റെ ഒരു ബോഡിയുടെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഹൈഫയുടെ ഒരു പോർഷൻ
അടർന്നു മാറി ഡിറ്റാച്ച് ചെയ്തതിന് ശേഷം ആ ഡിറ്റാച്ച് ചെയ്ത് പോയ പോർഷൻ പുതിയൊരു ഫംഗസായിട്ട് വളരുന്ന പ്രോസസ്സാണ് ഫ്രാഗ്മെൻറ്റേഷൻ. ദെൻ ഫിഷൻ എന്ന് പറയുന്നത് ഒരെണ്ണം ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് മാറും. അതിപ്പോൾ ബൈനറി ഫിഷൻ ആവാം. അത് ഒരെണ്ണം ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് മാറുന്ന പ്രോസസ്സാണ് ഫിഷൻ. ദെൻ ബഡ്ഡിങ് എന്ന് പറയുന്നത് ഫംഗയുടെ സൈഡിൽ ചെറിയൊരു ബഡ് പോലെ ഫോം ചെയ്ത് ഈ ബഡ് അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഡിറ്റാച്ച് ചെയ്ത ബഡ് എന്തായിട്ട് പുതിയ ഫംഗസായിട്ട് ഫോം ചെയ്യുന്നതിന് ബഡ്ഡിങ് എന്ന് പറയുന്നു. ദെൻ സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇസ് ബൈ സ്പോർസ് കോൾഡ് കൊനീഡിയ ഓർ സ്പൊറാൻജിയോഫോർസ് ഓർ സൂസ്പോർസ്. ഇനി അസെക്ഷലി ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് സ്പോർസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചു സ്ട്രക്ചേഴ്സ് വെച്ചിട്ടാണ്. അസെക്ഷുവൽ സ്ട്രക്ചേഴ്സിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് സ്പോർസ്. ഇതിൻ്റെ സ്പോർസിൻ്റെ പേരാണ് കൊനീഡിയോസ്പോർസ്, സ്പൊറാൻജിയോസ്പോർസ് ഓർ സ്പൂസ്പോർസ്. ഇങ്ങനെ കുറച്ച് സ്പോർസ് വെച്ചിട്ടാണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്പോർസ് റിലീസ് ചെയ്തതിന് ശേഷം സ്യൂട്ടബിൾ കണ്ടീഷനിൽ അത് ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഫംഗൽ മൈസീലിയുമായിട്ട് അത് വളരുന്നു. ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അടുത്ത അസെക്ഷൽ കഴിഞ്ഞു, അടുത്ത സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ ഊസ്പോർസ്, ആസ്കോസ്പോർസ്, ബേസിഡിയോസ്പോർസ്. ഇതിൻ്റെ കൂടെ സൈഗോസ്പോർസും കൂടെ ഉണ്ട്. ഊസ്പോർസ് ആവാം, ഇനി ആസ്കോസ്പോർസ് ആവാം, ബേസിഡിയോസ്പോർസ് ആവാം, സൈഗോസ്പോർസ് ആവാം. ഇങ്ങനത്തെ കുറച്ച് സ്പോർസ് വഴിയാണ് ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഇനിയുള്ള കുറച്ച് ക്ലാസ്സസിൽ ഫംഗയുടെ ക്ലാസ്സസിൽ നമ്മൾ ഈ സ്പോർസിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ്. ദെൻ the various spores are produced in distinct structures called fruiting bodies. ഇനി ഈ സ്പോർസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഫ്രൂട്ടിംഗ് ബോഡീസ്. ദി സെക്ഷൽ സൈക്കിൾ ഇൻവോൾവ്സ് ദ ഫോളോയിങ് 3 steps. ഇനി ഇതിൻ്റെ ഫംഗയുടെ സെക്ഷൽ സൈക്കിൾ ഇനി പറയുന്ന 3 സ്റ്റെപ്പാണ് മെയിനായിട്ട് നടക്കുന്നത് ആ സൈക്കിളിൽ. ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 motile ഓർ നോൺ motile ഗമീറ്റ്സ് കോൾഡ് പ്ലാസ്മോഗമി. ആദ്യം ഇതിനകത്തുള്ള പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യുന്നു. 2 ഗമീറ്റ്സിൻ്റെ പ്രോട്ടോപ്ലാസമാണ് ആദ്യമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. ആ ഗമീറ്റ്സ് എന്ന് പറയുന്നത് മോട്ടൈൽ ഗമീറ്റ്സ് ആവാം അല്ലെങ്കിൽ നോൺ മോട്ടൈൽ ഗമീറ്റ്സ് ആവാം. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്ലാസ്മോഗമി. ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസത്തിനെയാണ് പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. ന്യൂക്ലിയേറ്റ് കോൾഡ് കാരിയോഗമി. ഇനി പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്തുള്ള 2 ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് കാരിയോഗമി. ദെൻ മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ടിങ് ഇൻ ഹാപ്ലോയിഡ് സ്പോർസ്. ഇവിടെ പ്ലാസ്മോഗമി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നടക്കുന്നത് കാരിയോഗമിയും പ്ലാസ്മോഗമിയും ഫലമായിട്ടുണ്ടാവുന്ന സൈഗോട്ട് എന്തായിട്ട് മിയോസിസിന് വിധേയമായി ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് ഫോം ചെയ്യുന്നു. മിയോസിസ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷനാണ്. അപ്പോൾ ഇവിടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടിനെ റിഡക്ഷൻ ഡിവിഷൻ നടന്ന് അത് ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് ഫോം ചെയ്യുന്നു. When a fungus reproduces sexually, 2 haploid hyphae of compatible mating types come together and fuse. ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഇപ്പോൾ ഹൈഫ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള 2 ഹൈഫ, അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഹൈഫ ആവാം. ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഹൈഫ അടുത്ത് വന്നതിന് ശേഷം ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ദെൻ ഇൻ സം ഫംഗൈ ദ ഫ്യൂഷൻ ഓഫ് 2 ഹാപ്ലോയിഡ് സെൽസ് ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് ഇൻ ഡിപ്ലോയിഡ് സെൽസ്. ചില ഫംഗൈസിൽ 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സെൽസ് ആയിട്ട് മാറുന്നു. അതായത് n നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള സെൽസാണ് ഹാപ്ലോയിഡ് സെൽസ്. ഈ ഹാപ്ലോയിഡ് സെൽസ് ഫ്യൂസ് ചെയ്ത് 2 n ഫ്യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഉണ്ടാകുന്നു? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ഫോം ചെയ്യുന്നു, 2n സെൽസ് ഫോം ചെയ്യുന്നു. ഇനി ഇത് കുറച്ച് ഫംഗൈസിൽ. ഇനി മറ്റു ചില ഫംഗൈസിൽ, അതായത് ആസ്കോമൈസിറ്റ്സ് ആൻഡ് ബേസിഡിയോമൈസിറ്റ്സ് പോലുള്ള ഫംഗൈസിൽ, ഇത് ഫംഗയുടെ ക്ലാസ് ഇനി പഠിക്കാനുള്ള കുറച്ച് ക്ലാസ്സസ് ആണ് ഈ ആസ്കോമൈസിറ്റ്സ് ആൻഡ് ബേസിഡിയോമൈസിറ്റ്സ് ഒക്കെ. അപ്പോൾ ഈ ആസ്കോമൈസിറ്റ്സ് ആൻഡ് ബേസിഡിയോമൈസിറ്റ്സ് പോലുള്ള ചില ഫംഗൈസിൽ ആൻ ഇന്റർവെനിങ് ഡൈകാരിയോട്ടിക് സ്റ്റേജ് occurs. such condition is called a ഡൈകാരിയോൺ. ഇവിടെ ഈ ഫ്യൂഷൻ നടന്നതിന് ശേഷം ഇവിടെ ഫോം ചെയ്യുന്നത് ഡിപ്ലോയിഡ് സെൽസ് അല്ല, ഡൈകാരിയോട്ടിക് സ്റ്റേജ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് പ്രസൻ്റ് ആയിരിക്കും. മുന്നേ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് സെൽസ് ആണ്. അതായത് ഫ്യൂസ് ചെയ്ത് 2n ആയിട്ടുള്ള സെൽസ് ഫോം ചെയ്യുന്നു. അവിടെ ഒരു ന്യൂക്ലിയസ് ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഈ ഡൈകാരിയോട്ടിക് സ്റ്റേജുള്ള ഫംഗസിൽ n+n,
അതായത് 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ പ്രസൻ്റ് ആയിരിക്കും. 2 ന്യൂക്ലിയൈ പെർ സെൽ. ഒരു സെല്ലിന് 2 ന്യൂക്ലിയൈ പ്രസൻ്റ് ആയിരിക്കും. സച്ച് കണ്ടീഷൻ ഈസ് കോൾഡ് എ ഡൈക്യാരിയോൺ. നമ്മൾ ആ സെല്ലിന് ഡൈക്യാരിയോൺ എന്നാണ് പറയുന്നത്, ആ ഹൈഫേ. ദിസ് ഫേസ് ഇസ് കോൾഡ് ഡൈക്യാരിയോട്ടിക് ഫേസ്. ഇങ്ങനെ ഡൈക്യാരിയോൺ പ്രസൻ്റ് ആയിട്ടുള്ള ഫേസാണ് ഡൈക്യാരിയോട്ടിക് ഫേസ്. ലേറ്റർ ദ പാരന്റൽ ന്യൂക്ലിയൈ ഫ്യൂസ് ആൻഡ് ദ സെൽ ബിക്കം ഡിപ്ലോയിഡ്. ഇനി ഇങ്ങനെ ഡൈക്യാരിയോൺ ഫോം ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള ഈ 2 ന്യൂക്ലിയസും 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു. ഈ 2 ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്തതിന് ശേഷം എന്ത് ഫോം ചെയ്യുന്നു? ഇത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് അവിടെ ഫോം ചെയ്യുന്നു. The fungi form fruiting bodies in which reduction division occurs, leading to formation of haploid spores. ഇത് മുന്നേ പറഞ്ഞതുപോലെ ഇങ്ങനെ ഫോം ചെയ്യുന്നത് ഫ്രൂട്ടിംഗ് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇത് റിഡക്ഷൻ ഡിവിഷൻ ഒക്കർ ചെയ്ത് ഹാപ്ലോയിഡ് സ്പോർസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദി മോർഫോളജി ഓഫ് ദ മൈസീലിയം, mode of spore formation and fruiting bodies from the basis of the division of the kingdom into various classes. ഇവിടെ മൈസീലിയത്തിൻ്റെ മോർഫോളജി, അതായത് ഫംഗസിൻ്റെ ബോഡിയാണ് മൈസീലിയം. അപ്പോൾ മൈസീലിയത്തിൻ്റെ മോർഫോളജി, മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ, ദെൻ ഫ്രൂട്ടിംഗ് ബോഡീസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ പഠിക്കാനുള്ള 4 ക്ലാസ്സസാണ് പഠിക്കാനുള്ളത്. ഫൈക്കോമൈസീഡ്സ്, ആസ്കോമൈസീഡ്സ്, ബേസിഡിയോമൈസീഡ്സ് ആൻഡ് ഡ്യൂറ്ററോമൈസീഡ്സ്. ഇത് മുന്നേ പറഞ്ഞ ലൈക്കൺ എന്ന് പറഞ്ഞതിന് ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ പിക്ചർ. ഫഞ്ചയുടെ ആൽഗയുമായിട്ടുള്ള അസോസിയേഷൻ. ഒരുപാട് തരത്തിലുള്ള ലൈക്കൺ പ്രസൻ്റ് ആണ്. അതിലുള്ള ഒരു ലൈക്കണിന് മാത്രം എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് ക്ലാസ് ആണ് ഫൈക്കോമൈസീഡ്സ്. ഫൈക്കോമൈസീഡ്സിൻ്റെ മറ്റൊരു പേരാണ് ആൽഗൽ ഫഞ്ചൈ. ആൽഗയുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി തോന്നിക്കുന്ന ഒരു ഫഞ്ചൈയാണ്, ഫഞ്ചയുടെ ക്ലാസ് ആണ് ഫൈക്കോമൈസീഡ്സ്. ഫൈക്കോ മീൻസ് ആൽഗയാണ്. അപ്പോൾ ഫൈക്കോമൈസീഡ്സ് ആൽഗൽ ഫഞ്ചൈ. They are found in aquatic habitats and on decaying wood in moist and damp places or as obligate parasites on plants. ഇത് അക്വാറ്റിക് ഹാബിറ്റാറ്റ്സിലോ അല്ലെങ്കിൽ ഡീക്കേ ചെയ്യുന്ന വുഡിലോ, മോയിസ്റ്റ് ആൻഡ് ഡാംപ് പ്ലേസസ്, അല്ലെങ്കിൽ പാരസൈറ്റ്സ് ഓൺ പ്ലാന്റ്സ്, അങ്ങനെ പല പല ഹാബിറ്റാറ്റ്സിൽ കാണുന്ന ഒരു ഫഞ്ചൈയാണ് ഫൈക്കോമൈസീഡ്സ്. ഇതിൻ്റെ മൈസീലിയം എന്ന് പറയുന്നത് എസെപ്റ്റേറ്റ് ആണ്, സീനോസൈറ്റിക് ആണ്. മുന്നേ സീനോസൈറ്റിക് ഹൈഫെ പഠിച്ചല്ലോ. അപ്പോൾ അത് സെപ്റ്റ ഇല്ല. സീനോസൈറ്റിക് ഹൈഫയിൽ സെപ്റ്റ പ്രസൻ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് അസെപ്റ്റേറ്റ് ആണ്, സീനോസൈറ്റിക് ആണ്. ഇനി ഇവിടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സൂസ്പോഴ്സിൻ്റെയും എപ്ലാനോസ്പോഴ്സിൻ്റെയും പ്രൊഡക്ഷൻ വഴിയാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ഫഞ്ചയുടെ പുറത്ത് ഫോം ചെയ്യുന്ന കുറച്ച് സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ഇവിടെ മോട്ടൈലായിട്ടുള്ള സ്പോർ സ്ട്രക്ചറാണ് സൂസ്പോഴ്സ് എന്ന് പറയുന്നത്. നോൺ മോട്ടൈലുള്ള ആയിട്ടുള്ള സ്പോഴ്സ് ആണ് എപ്ലാനോസ്പോഴ്സ്. ദീസ് സ്പോഴ്സ് ആർ എൻഡോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പൊറാഞ്ചിയം. ഇവിടെ സ്പൊറാഞ്ചിയത്തിനുള്ളിൽ, എൻഡോജീനിയസ്ലി മീൻസ് സ്പൊറാഞ്ചിയത്തിൻ്റെ അകത്തായിട്ടാണ് ഈ സ്പോഴ്സ് ഫോം ചെയ്യുന്നത്. സ്പോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് സ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്. ദെൻ എ സൈഗോസ്പോർ ഇസ് ഫോംഡ് ബൈ ഫ്യൂഷൻ ഓഫ് 2 ഗമീറ്റ്സ്. ഇവിടെ ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സൈഗോസ്പോർസ് എന്ന് പറയുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് വഴിയാണ്. 2 ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ സൈഗോസ്പോർ ഫോം ചെയ്യുന്നത്. ദെൻ നമുക്ക് മ്യൂക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫഞ്ചയുടെ സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് സ്പൊറാഞ്ചിയം കാണാൻ സാധിക്കും. ഇവിടെ ലേബൽ ചെയ്തിട്ടുള്ള ഇതാണ് സ്പൊറാഞ്ചിയം. ഇതിനകത്ത് സ്പോഴ്സ് പ്രസൻ്റ് ആണ്. സ്പോഴ്സ് ഇൻ സ്പൊറാഞ്ചിയം ഇവിടെ കാണാം. ദെൻ ഇത് ഇറക്റ്റ് റീപ്രൊഡക്റ്റീവ് ഹൈഫ, അതായത് ഇതാണ് ഒരു ഫംഗൽ ബോഡി. ഈ നെറ്റ്വർക്കാണ് മൈസീലിയം. ഇതിനകത്തുള്ള ഓരോ ഈ ഫിലമെൻസുമാണ് ഹൈഫെ. ഹൈഫയുടെ കുറച്ച് ഫിലമെൻറ്റ്സ് ഇങ്ങനെ ഇറക്റ്റായിട്ട് മുകളിലോട്ട് വളർന്നിട്ടുണ്ട്. ഈ വളർന്നിട്ടുള്ള ഹൈഫയാണ് റീപ്രൊഡക്റ്റീവ് ഹൈഫ. അതായത് ഇതിന് മുകളിലാണ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സായ സ്പൊറാഞ്ചിയവും സ്പോഴ്സും എല്ലാം ഫോം ചെയ്യുന്നത്. ഓക്കെ. ദെൻ ദീസ് ഗമീറ്റ്സ് ആർ സിമിലർ ഇൻ മോർഫോളജി ഓർ ഡിസിമിലർ. ഇൻ 2 ഗമീറ്റ്സ് ചേർന്നിട്ടാണ് അവിടെ സൈഗോസ്പോഴ്സ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗമീറ്റ്സ് എന്ന് പറയുന്നത് മോർഫോളജിയിൽ സിമിലർ ആവാം അല്ലെങ്കിൽ ഡിസിമിലർ ആവാം. മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ഗമീറ്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഐസോഗാമസ് എന്നും, ഇനി ഡിസിമിലർ ആയിട്ടുള്ളതിന് അനൈസോഗാമസ് അല്ലെങ്കിൽ ഊഗാമസ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ഈ ഫൈക്കോമൈസീഡ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മ്യൂക്കർ, റൈസോപ്പസ് ആൻഡ് ആൽബിഗോ. ഇനി ഇതാണ് റൈസോപ്പസ്. മ്യൂക്കറിൻ്റെ സ്ട്രക്ചറാണ്
കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടത്. അപ്പോൾ ഇത് റൈസോപ്പസ് ആണ്. റൈസോപ്പസ് ബ്രെഡിൻ്റെയൊക്കെ പുറത്ത് വരുന്ന ഒരു ഫംഗസ് ആണ്. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഈ ബ്രെഡിൻ്റെ പുറത്ത് കാണുന്നതിൻ്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറാണ് ദാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സാണ് ആക്ച്വലി ഇതിൻ്റെ പുറത്ത് നമുക്ക് ഈ ബ്ലാക്ക് കളറിൽ കാണാൻ സാധിക്കുന്നത്. ദെൻ ഇതാണ് ആൽബ്യൂഗോ. ലീവ്സിൻ്റെയൊക്കെ അടിയിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് ആൽബ്യൂഗോ. ഓക്കെ, അപ്പോൾ ഫൈക്കോമൈസിറ്റ്സ് ഇത്രയേ ഉള്ളൂ. ആൽബ്യൂഗോ എന്ന് പറയുന്നത് ഒരു പാരാസൈറ്റിക് ഫഞ്ചൈ ആണ്. പ്ലാന്റിനെ പുറത്ത് ജീവിക്കുന്ന ഒരു ഫഞ്ചൈ. നെക്സ്റ്റ് വൺ ഇസ് ആസ്കോമൈസീറ്റ്സ്. ആസ്കോമൈസീറ്റ്സിനെ സാക് ഫഞ്ചൈ എന്നാണ് കോമൺലി പറയുന്നത്. ഫൈക്കോമൈസീറ്റ്സിനെ ആൽഗൽ ഫഞ്ചൈ എന്ന് പറഞ്ഞതുപോലെ ആസ്കോമൈസീറ്റ്സിനെ സാക് ഫഞ്ചൈ എന്ന് പറയുന്നു. മോസ്റ്റ്ലി മൾട്ടി സെല്ലുലാർ ഓർ റെയർലി യൂണിസെല്ലുലാർ. ആസ്കോമൈസീറ്റ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി അത് മൾട്ടി സെല്ലുലാർ ആണ്. ചിലപ്പോൾ യൂണിസെല്ലുലാർ ആയിട്ടും കാണാറുണ്ട്. മൾട്ടി സെല്ലുലാറിന് ഒരു എക്സാമ്പിളാണ് പെൻസിലിയം. യൂണിസെല്ലുലാറിന് എക്സാമ്പിൾ ഈസ്റ്റ് ആണ്. ദേ ആർ സാപ്രോഫൈറ്റിക്, ഡീകമ്പോസേഴ്സ്, പാരാസൈറ്റിക് ഓർ കോപ്രോഫിലസ്. ഇത് മുന്നേ പറഞ്ഞതുപോലെ സാപ്രോഫൈറ്റിക് ആവാം, ഡീകമ്പോസേഴ്സ് ആവാം, അല്ലെങ്കിൽ പാരാസൈറ്റിക് ആവാം, ഇനി കോപ്രോഫിലസും ആവാം. ഇതൊരു പുതിയ ടേമാണ്. കോപ്രോഫിലസ് എന്ന് പറയുന്നത് ഗ്രോയിങ് ഓൺ ഡങ്ങിന് പുറത്ത് വളരുന്ന ഫംഗസിനെയാണ് നമ്മൾ കോപ്രോഫിലസ് എന്ന് പറയുന്നത്. ദെൻ മൈസീലിയം ഈസ് ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ്. ആസ്കോമൈസീറ്റ്സിൻ്റെ മൈസീലിയം എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ആണ്, ദെൻ സെപ്റ്റേറ്റ് ആണ്. ഇവിടെ സെപ്റ്റ പ്രസൻ്റ് ആണ്. ദെൻ ദി അസെക്ഷൽ സ്പോർസ് ആർ കൊനീഡിയ പ്രൊഡ്യൂസ്ഡ് ഓൺ സ്പെഷ്യൽ മൈസീലിയം കോൾഡ് കൊനീഡിയോഫോഴ്സ്. ഇവിടെ അസെക്ഷൽ സ്പോർസ് എന്ന് പറയുന്നത് കൊനീഡിയോഫോഴ്സ് ആണ്. കൊനീഡിയോഫോഴ്സ് ഈ ഫംഗസിൻ്റെ ബോഡിയുടെ പുറത്തായിട്ട് ഫോം ചെയ്യുന്ന കുറച്ച് സ്ട്രക്ചേഴ്സാണ് കൊനീഡിയോഫോഴ്സ്. കൊനീഡിയ ഓൺ ജെർമിനേഷൻ പ്രൊഡ്യൂസ് മൈസീലിയം. കൊനീഡിയോഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊനീഡിയോഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇത് പുതിയ മൈസീലിയമായിട്ട് ഫോം ചെയ്യുന്നു. ദെൻ സെക്ഷൽ സ്പോർസ് ആർ കോൾഡ് ആസ്കോസ്പോർസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് എൻഡോജീനിയസ്ലി സാക്ക് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ആസ്കെ. ഇനി സെക്ഷൽ സ്പോർസ് എന്ന് പറഞ്ഞാൽ ആസ്കോസ്പോർസ് ആണ്. അതായത് അസെക്ഷൽ സ്പോർസ് കൊനീഡിയോഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊനീഡിയയും, സെക്ഷൽ സ്പോർസ് എന്ന് പറയുന്നത് ആസ്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസ്കോസ്പോർസുമാണ്. അപ്പോൾ കൊനീഡിയോഫോഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആസ്കോസ്പോർസ് ആസ്കൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് കൊനീഡിയോഫോഴ്സിൻ്റെയും ആസ്കോസ്പോർസിൻ്റെയും സ്ട്രക്ചർ. ഇവിടെ നമുക്ക് കാണാം ഇതൊരു ഫഞ്ചൈയുടെ ഈ റീപ്രൊഡക്റ്റീവ് ഹൈഫയുടെ ഏറ്റവും മുകളിലായിട്ട് ഇതാണ് ഒരു കൊനീഡിയോഫോറിൻ്റെ സ്ട്രക്ചർ. ഈ കൊനീഡിയോഫോറിന് മുകളിലായിട്ട് കുറച്ച് കൊനീഡിയാസ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ സർക്കുലർ സ്ട്രക്ചേഴ്സ് ഈ കൊനീഡിയാസ് റിലീസ് ചെയ്യുന്നു. ദെൻ റിലീസ് ചെയ്തതിന് ശേഷം ഇത് ഒരു സർഫസിൽ വീണ് അതിൻ്റെ സ്യൂട്ടബിൾ കണ്ടീഷനിൽ അത് ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഫംഗസായിട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, ദെൻ ആസ്കസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ട്, ഈ ഫംഗസിനുള്ളിലായിട്ട് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ പ്രസൻ്റ് ആണ്. ഈ സാക്ക് ലൈക്ക് സ്ട്രക്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സ്ട്രക്ചർ ആസ്കൈ, ഈ സാക്ക് ലൈക്ക് സ്ട്രക്ചറിനെയാണ് ആസ്കൈ എന്ന് പറയുന്നത്. ഈ ആസ്കൈക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് സ്പോർസ് ആണ് ആസ്കോസ്പോർസ്. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ആസ്കോസ്പോർസും പുറത്ത് വന്ന് ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഫംഗയായിട്ട് മാറുന്നു. ദെൻ ദീസ് ആസ്കൈ ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ടിംഗ് ബോഡീസ് കോൾഡ് ആസ്കോകാർപ്സ്. ഈ ആസ്കൈ അറേഞ്ച് ചെയ്തേക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ടിംഗ് ബോഡിയുടെ പുറത്താണ്. അതിനാണ് ആസ്കോകാർപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ്കോകാർപ്സിൽ ആസ്കൈ പ്രസൻ്റ് ആണ്. ഈ ആസ്കൈക്കകത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? ആസ്കോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആസ്പെർജില്ലസ്, ക്ലാവിസെപ്സ് ആൻഡ് ന്യൂറോസ്പോറ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചു ഫഞ്ചൈസ് ആണ്. ന്യൂറോസ്പോറ ഈസ് യൂസ്ഡ് എക്സ്റ്റെൻറ്റീവ്ലി ഇൻ ബയോകെമിക്കൽ ആൻഡ് ജെനറ്റിക് വർക്ക്. ബയോകെമിക്കലായിട്ടും ജെനറ്റിക്കലായിട്ടുമുള്ള കുറച്ച് വർക്ക്സിന് വേണ്ടിയിട്ട് ന്യൂറോസ്പോറയെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ സിമ്പിൾ ആയതുകൊണ്ടാവാം. ദെൻ എഡിബിൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് മോറൽസ് ആൻഡ് ട്രഫിൾസ് ആണ്. ഇതാണ് മോറൽസ് ആൻഡ് സ്ട്രഫിൾസ്. ഇത് മോറൽസും ഇത് സ്ട്രഫിൾസുമാണ്. ഇത് എഡിബിൾ ആയിട്ടുള്ള മെമ്പേഴ്സാണ്. ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന മെമ്പേഴ്സാണ് ഇത്. അപ്പോൾ ഫൈക്കോമൈസീറ്റ്സ് ആൻഡ് ആസ്കോമൈസീറ്റ്സ് ആണ് ഇത്രയാണ് പഠിക്കാനുള്ളത്. സോ